ഹായ് ഹലോ നമസ്കാരം. വർഷം 6000 രൂപ, അതായത് 2000 രൂപ ഗഡുക്കളായി 6000 രൂപ ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് PM കിസാൻ. കർഷകരെ സഹായിക്കാനാണ് ഈ 6000 രൂപ വർഷം ലഭിക്കുന്നത്. മിനിമം 5 സെൻറ്റോ അതല്ലെങ്കിൽ 2 ഹെക്ടർ മാക്സിമം, അതായത് 4 ഏക്കറും 94 സെൻറ്റിലും കവിയാത്ത ഭൂമിയുള്ള എല്ലാ ആളുകൾക്കും PM കിസാൻ ജോയിൻ ചെയ്യാവുന്നതായിരുന്നു. 2019 മുൻപ് നമ്മുടെ കൈവശമുള്ള ഭൂമിക്കാണ് ഇതിന് അർഹത. എന്നാൽ പിന്നീട് പുതിയ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുതുതായി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതായത് പുതുതായി PM കിസാൻ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി നിങ്ങൾക്ക് PM കിസാൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടെങ്കിൽ എസ് എന്നും, അതല്ല ഇതുവരെ ആനുകൂല്യം ലഭിച്ചിട്ടില്ല, അതല്ലെങ്കിൽ അപേക്ഷ നൽകിയിട്ടില്ലെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മൾ നോക്കുവാൻ പോകുന്നത് PM കിസാൻ സമ്മാൻ നിധി അപേക്ഷ സമർപ്പിക്കാനുള്ള നിബന്ധനകൾ എന്തെല്ലാമാണെന്നാണ്. ഒന്ന്, അപേക്ഷകന്റെ ഭൂമി 4 ഏക്കർ 94 സെൻറ്റിൽ കൂടരുത്. അതായത് 2 ഹെക്ടറിൽ കൂടാൻ പാടില്ല. മൊത്തം ഭൂമിയാണിത്. മൊത്തം ഭൂമി 4 ഏക്കർ 94 സെൻറ്റിൽ കൂടുവാൻ ഒരിക്കലും പാടുള്ളതല്ല. അതുപോലെ തന്നെ ഏറ്റവും മിനിമം പരിധി ഇല്ല എന്നുണ്ടെങ്കിലും പല കൃഷിഭവനിലും മിനിമം 5 സെൻറ്റ് അതല്ലെങ്കിൽ 4 സെൻറ്റ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരിക്ക് അതിന് മിനിമം പരിധി ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ കൃഷി എന്നതിന് എന്ത് തരം കൃഷി എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല. മത്സ്യകൃഷി, പക്ഷികൃഷി, മറ്റു മൃഗങ്ങളുമായി ബന്ധപ്പെട്ട കൃഷികൾ തുടങ്ങിയവയും ഉൾപ്പെടും. സസ്യകൃഷിയാണെങ്കിലും എന്തു തരം സസ്യം എന്ന് പരിധിയില്ല. അതുപോലെ തന്നെ റേഷൻ കാർഡിൽ തൊഴിൽ എന്ന സ്ഥാനത്ത് കൃഷി എന്ന് രേഖപ്പെടുത്തണമെന്ന വ്യവസ്ഥയുമില്ല. അവിടെ കൂലി എന്നോ അതല്ലെങ്കിൽ മറ്റു എന്ത് തൊഴിലാണെങ്കിലും പ്രശ്നമുള്ള കേസല്ല. അതുപോലെ ഇതിൽ അർഹരല്ലാത്ത ചില ആളുകളുണ്ട്. അതായത് സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർ, അതുപോലെ ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ് തുടങ്ങിയ പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകൾ, അപേക്ഷ 10,000 രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നവർ, ഇത്തരം ആളുകൾക്ക് ഇതിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ നമ്മൾ എത്ര കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അത് പാട്ടത്തിനെടുത്ത ഭൂമിയാണെങ്കിൽ അവർക്കും ഇതിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. സ്വന്തം കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഇതിന് അർഹതയുള്ളൂ. അപേക്ഷകൻ മേയർ തുടങ്ങി മുകളിലേക്കുള്ള ജനപ്രതിനിധി ആവരുത്. വാർഡ് മെമ്പർ പ്രശ്നമുള്ള കേസല്ല, പക്ഷേ മുകളിലേക്കുള്ള സ്ഥാനത്ത് ജോലി ചെയ്ത ആളുകളാവാൻ പാടില്ല. ഇത്രയും ആളുകൾക്കാണ്, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഒഴിവാക്കി മറ്റുള്ള ആളുകൾക്കാണ് PM കിസാൻ അപേക്ഷ സമർപ്പിക്കാവുന്നത്. PM കിസാൻ അപേക്ഷ സമർപ്പിക്കുവാൻ ഒന്നുകിൽ തൊട്ടടുത്തുള്ള CSC സെൻറ്റർ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏക സർവീസ് സെൻ്ററായ കോമൺ സർവീസ് സെൻറ്റർ, അതായത് CSC സെൻറ്ററോ, അതല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ അംഗീകാര സെൻ്ററായ അക്ഷയ സെൻറ്ററുകളിലോ ചെന്ന് അപേക്ഷിക്കാവുന്നതാണ്. അതിന് നമ്മൾ ഹാജരാക്കേണ്ട രേഖകൾ റേഷൻ കാർഡിൻ്റെ കോപ്പി ഒറിജിനലും കയ്യിലുണ്ടാകണം. അതുപോലെ അപേക്ഷകൻ്റെ പേരിലുള്ള അക്കൗണ്ടിൻ്റെ ബാങ്ക് പാസ്ബുക്ക് കോപ്പി, അത് ആധാറുമായി സീഡ് ചെയ്യുകയും അതുപോലെ തന്നെ അവസാനമായി ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. പിന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി, നികുതി ഷീറ്റിൻ്റെ കോപ്പി. നികുതി ഷീറ്റിൻ്റെ കോപ്പി എന്നത് 2019 അതല്ലെങ്കിൽ അതിനു മുൻപോ ഉള്ള നികുതി ഷീറ്റിൻ്റെ കോപ്പിയും, അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റായ 2026-27 നികുതി ഷീറ്റിൻ്റെ കോപ്പിയും. ഇത്ര രേഖകളാണ് കയ്യിൽ കരുതേണ്ടത്. അതുപോലെ തന്നെ ആധാരത്തിൻ്റെ നമ്പറും കൂടിയും കയ്യിൽ കരുതേണ്ടതാണ്. ഇത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ നൽകുന്നതാണ്. സ്വന്തമായും അപേക്ഷിക്കാവുന്നതാണ്. എന്നാലും ഏറ്റവും നല്ലത് CSC സെൻറ്ററിലോ അതല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലോ ചെന്ന് അപേക്ഷിക്കാവുന്നതാണ്. ഇത് അപേക്ഷ നൽകിയതിന് ശേഷം അവിടെ നിന്ന് ഒരു അപേക്ഷ ഫോം കൂടി തരുന്നതാണ്. അത് ഫില്ല് ചെയ്ത് കൃഷിഭവൻ ഏൽപ്പിക്കേണ്ടതാണ്. ഏകദേശം ഒരു 6 മാസം അതല്ലെങ്കിൽ 4 മാസമൊക്കെ പിടിക്കുന്നുണ്ട് അതിൻ്റെ പ്രോസസ്സെല്ലാം കഴിയുന്നതിന്. അതിനുശേഷം ഒരു വർഷം 6000 രൂപ വരെ, അതായത് 2000 രൂപയുടെ 3 ഗഡുക്കളായി നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. തുടക്ക സമയത്ത് അപേക്ഷ നൽകിയവർക്ക് 22ാമത്തെ ഗഡു അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു പണം കേന്ദ്ര ഗവൺമെൻറ് കർഷകരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നത് അവർക്ക് കാർഷികമായിട്ടുള്ള എന്തെങ്കിലും സഹായത്തിനാണ്. അതായത് എന്തെങ്കിലും മെഷീനറികളോ മറ്റോ വാങ്ങുവാനും മറ്റുമാണ്. എന്നാൽ പല ആളുകളും കൃഷി ചെയ്യാതെ തന്നെ ഇതിന് അപേക്ഷ നൽകുകയും അതിൻ്റെ പൈസ കൈപ്പറ്റുകയും ചെയ്യുന്നുണ്ട്. അത് ശരിക്കും നിയമവിരുദ്ധമാണ്. കാരണം കർഷകർക്ക് മാത്രം ലഭിക്കുന്ന ഒരു സഹായമാണിത്. അതുപോലെ തന്നെ PM കിസാൻ ഒരു വർഷത്തിൽ 2 പുതുക്കലുകൾ ആവശ്യമായി വരുന്നുണ്ട്. ഒന്ന്
നമ്മുടെ കൃഷിഭൂമിയുടെ പുതിയ കരമടച്ച റെസിപ്റ്റ് അപ്ലോഡ് ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും കർഷകരെ തെളിയിക്കുന്നതിന് നമ്മൾ ഒന്നെങ്കിൽ വിരൽ വെച്ചോ അതല്ലെങ്കിൽ OTP വഴിയോ KYCയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അഗ്രിസ്റ്റാക്ക് തുടങ്ങിയിട്ടുള്ള രജിസ്ട്രേഷനും ചെയ്യേണ്ടതാണ്. PM കിസാനുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ A to Z ഇൻഫോ വരുന്ന നമ്മുടെ ഈ വെബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ.